ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6-ന്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9-ന്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ്? ഉത്തരം അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 6.4 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ്? ഉത്തരം രാവിലെ 8:15-ന്. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുആയുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? രണ്ടാം ലോകമഹായുദ്ധം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ്? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? B-29. ജപ്പാനിലെ ഏതു നഗരത്തിലാണ് അമേരിക്ക ആദ്യം ആറ്റം ബോംബിട്ടത്? ഉത്തരം ഹിരോഷിമ 1945 ഓഗസ്റ്റ് 6-ന്. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും? 1945 ഓഗസ്റ്റ് 6 തിങ്കൾ രാവിലെ 8:15-ന്. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഹിരോഷിമ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസക്കി. സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? ഉത്തരം 645. 2 ബോംബാക്രമണങ്ങളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നിന്ന് രക്ഷപ്പെട്ട വ്യക്തി? സുറ്റോമു യമഗുച്ചി. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞന്മാരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം? പഗ്വാഷ്.
പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബെർട്രാൻഡ് റസ്സൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏതു രഹസ്യ പേരിലാണ്? ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? ഉത്തരം 1945 ജൂലൈ 16-ന്. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് വികസിപ്പിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി? ഉത്തരം മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത്? ഉത്തരം ദിവി സൂര്യ സഹസ്രസ്യേ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച്? പൊക്രാൻ, രാജസ്ഥാൻ. 1974 മെയ് 18-ന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ്? സദ്ദാം ഹുസൈൻ. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശമായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരുടേതാണ്? ഉത്തരം ആൻ ഫ്രാങ്ക്. സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം സമാധാനം. സെക്കൻഡ് ജനറൽ ആർമി ഏതു രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ഉത്തരം ജപ്പാൻ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാരാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹോമി ജെ ഭാഭ. പാക് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അബ്ദുൽ ഖാദർ ഖാൻ. അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരിക്കുന്ന രഹസ്യപ്പേരെന്താണ്? മാൻഹട്ടൻ പദ്ധതി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യമേത്? ഉത്തരം ജപ്പാൻ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്? ലിറ്റിൽ ബോയ്. 1945 ഹിരോഷിമയിൽ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ജപ്പാൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഡോർഡ് ടെല്ലർ. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ലോങ് ക്യാപ്പ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വിശാലമായ ദ്വീപ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി? ഉത്തരം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര്? ഉത്തരം കിറ്റി. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം ബറാക് ഒബാമ. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനമായി രൂപം കൊണ്ട സംഘടന ഏത്? ഉത്തരം UNO.